നമുക്ക് എല്ലാവർക്കും കൊണ്ട് ഒരുമിച്ച് ആ സെക്കൻഡ് ഫേസ് വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. യൂറോപ്പിന്റെ ഒരു ഫുൾ വ്യൂ കിട്ടുന്ന ഒരു ഏരിയയാണ്. അതിന്റെ ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ ഒരു ഏരിയയിലാണ് ആ തേർഡ് ഫേസ് വരുന്നത്. തേർഡ് ഫേസിലാണ് ഇതിന്റെ ആർക്കിടെക്ട് എഞ്ചിനീയർ പുള്ളിക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റൂം പണിതിരിക്കുന്ന ഏറ്റവും ടോപ്പിലാണ്. പിന്നെ ഈ ഒരു പെയിന്റിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് ഒരു പ്രത്യേക പെയിന്റിംഗ് ആണ്. ഈഫൽ ടവർ ഇപ്പോഴും നശിക്കാണ്ടിരിക്കാനായിട്ട് അത് കീപ്പ് ചെയ്യുന്നത് ഇതിന്റെ പെയിന്റിംഗ് ഇത് തന്നെയാണ്. കാര്യം 7 വർഷം കൂടുമ്പോൾ ഈഫൽ ടവർ പെയിന്റ് ചെയ്യുന്നുണ്ട്. ഈഫൽ ടവർ നമ്മൾ വരുമ്പോൾ നമുക്ക് 2-3 എൻട്രിയാണ് ഇവിടെ ഉള്ളത്. ഒന്ന് നിങ്ങൾക്ക് ഒരു സൈഡിൽ കൂടി സ്റ്റെയർ കയറി മുകളിലോട്ട് പോകാം. അപ്പൊ ഇത്രയും ഹൈറ്റിൽ നമ്മൾ സ്റ്റെയർ കയറി പോകാന്ന് പറയുന്ന ഒരു ഇത്തിരി ഹെക്ടിക് ആയിട്ടുള്ളതാണ്. പിന്നുള്ളത് ലിഫ്റ്റ് വഴിയാണ്. ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലാൻഡിങ് ലിഫ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. ലിഫ്റ്റിനകത്ത് ഒരു അഡൽറ്റിന് ഇതിനകത്ത് കയറുന്നതിന് ഏകദേശം കോസ്റ്റ് വരുന്നത് 23 യൂറോ ആണ്. നിങ്ങൾ ഇൻഡിവിജ്വൽ പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് നേരെ കാണുന്ന ആ എൻട്രി കൂടി ഒരു ഗ്രീൻ എൻട്രി ഉണ്ട്, അതിൽ കൂടി നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് കയറാം. നിങ്ങൾ ഗ്രൂപ്പായിട്ടാണ് വരുന്നതെങ്കിൽ ഈ എൻട്രി കൂടി നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് കയറാം. ഞങ്ങൾ അടുത്ത ഒക്ടോബറിൽ ഞങ്ങൾ ഇനിയും യൂറോപ്പിന് ഗ്രൂപ്പ് ടൂർ വരുന്നുണ്ട്. സെപ്റ്റംബർ ഓണം സമയത്തുണ്ട്. അപ്പൊ മസ്റ്റ് വിസിറ്റിംഗ് ഏരിയയിലൊന്നാണ്, വേൾഡ് വണ്ടറിൽ തന്നെ മസ്റ്റ് വിസിറ്റിംഗ് ഏരിയയിലുള്ളതാണ്. എന്തായാലും നിങ്ങൾ യൂറോപ്പിൽ വന്നാൽ